യു ക്യാൻ ആൾവേസ് മേക്ക് മോർ മണി, ബട്ട് യു ക്യാൻ നെവർ മേക്ക് മോർ ടൈം. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം പോകണമെന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്കതിനുള്ള സമയമില്ല. നിങ്ങൾക്കൊരു സിനിമ കാണണം എന്നുണ്ടായിരിക്കും, ഒരു ബുക്ക് വായിക്കണം, ഒരു സ്കില്ല് പഠിക്കണം, പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടാവും. എന്നാൽ നിങ്ങൾക്കതിനുള്ള സമയമില്ല. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും 24 മണിക്കൂർ സമയമുണ്ട്. എന്നാൽ നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തിയത് എന്ന് നോക്കാം. പോയിന്റ് നമ്പർ 1, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പ്ലാൻ. പ്രൊഡക്ടിവിറ്റി ആരംഭിക്കുന്നത് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്ന് ചെയ്യേണ്ട 3 ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾ എഴുതി വെക്കുക. 10 എണ്ണമല്ല, 3 എണ്ണം. അത് നിങ്ങളെ ഈ ദിവസം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് നൽകുന്നു. പോയിന്റ് നമ്പർ 2, യൂസ് പൊമോഡോറോ ടെക്നിക്. പ്രൊഡക്ടിവിറ്റി ബെറ്റർ ആക്കാനുള്ള ഒരു പവർഫുൾ ട്രിക്കാണ് പൊമോഡോറോ ടെക്നിക്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ, ആദ്യത്തെ 25 മിനിറ്റ് ഫുൾ ഫോക്കസോട് കൂടി വർക്ക് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 പ്രാവശ്യം തുടരുക. എന്നിട്ടൊരു ലോങ് ബ്രേക്ക് എടുക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഫ്രഷ് ആയിരിക്കാൻ സഹായിക്കും. പോയിന്റ് നമ്പർ 3, കൺട്രോൾ ഫോൺ ഡിസ്ട്രാക്ഷൻസ്. സത്യം പറഞ്ഞാൽ ഫോണാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റി കില്ലർ എന്ന് പറയുന്നത്. പഠിത്തം കഴിഞ്ഞു, ഇനി അല്പം സമയം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ച് ഫോണെടുത്ത് ഉപയോഗിച്ചാൽ മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഇത്തരം ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കാനായി നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ചെയ്തു വെക്കുക. ആപ്പ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫോൺ മറ്റൊരു റൂമിലേക്ക് മാറ്റിവെക്കുക. ഫോണിനെ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഫോൺ നമ്മളെയല്ല. പോയിന്റ് നമ്പർ 4, ട്രൈ 2 മിനിറ്റ്സ് റൂൾ. ഇപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് ചെയ്യാൻ 2 മിനിറ്റ് സമയമാണ് വേണ്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ടാസ്ക് ചെയ്തു തീർക്കുക. ഈ ചെറിയ വിജയം നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സ്മോൾ ആക്ഷൻസ്, ബിഗ് മോട്ടിവേഷൻ. പോയിന്റ് നമ്പർ 5, ഫോളോ എ ഫിക്സഡ് റുട്ടീൻ. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഒരേ സമയത്ത് ഉണരുക, ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് പഠിക്കുക, അങ്ങനെ. റുട്ടീൻ ഉണ്ടെങ്കിൽ മൈൻഡിലേക്കൊരു ഓട്ടോ മോഡ് വരും. കാരണം നിങ്ങളുടെ ശരീരവും മനസ്സും ഒരു ഋതുത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് എനർജി സേവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങൾ പ്രൊഡക്ടിവിറ്റി ഉള്ളവരാകുന്നു. പോയിന്റ് നമ്പർ 6, ട്രാക്ക് യുവർ പ്രോസസ്സ്. അങ്ങനെ രാത്രിയാവുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഓർക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകളെല്ലാം ടിക്ക് ചെയ്യുക. ടാസ്കുകൾ എഴുതി വെക്കാനായി നിങ്ങൾക്ക് നോഷൻ, ഗൂഗിൾ ടാസ്ക് എന്നിങ്ങനെയുള്ള ആപ്പുകൾ യൂസ് ചെയ്യാം. ഇങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഗ്രസ്സുകൾ മുന്നിൽ കാണാനും ഒരു മോട്ടിവേഷൻ ബിൽഡ് ചെയ്യാനും സാധിക്കും. സോ ഫ്രണ്ട്സ്, റിമെമ്പർ, സ്റ്റാർട്ട് വിത്ത് എ പ്ലാൻ, ഫോക്കസ് ഇൻ സ്മോൾ ബ്ലോക്സ്, സ്റ്റേ അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്, ബിൽഡ് റുട്ടീൻസ്, ടേക്ക് സ്മോൾ ആക്ഷൻസ്, ട്രാക്ക് യുവർ വിൻ. ഇനി നിങ്ങൾക്ക് ഇത് മുഴുവൻ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഒരു ദിവസം ഒരു സ്റ്റെപ്പ് മതി. സ്റ്റാർട്ട് അഗെയിൻ. ഡ്രീം ബിഗ്, ആക്ട് സ്മോൾ, സ്റ്റാർട്ട് നൗ.